എനിക്കറിയാവുന്ന വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്. ആ ലേഡി പറഞ്ഞതാണ്, അവരുടെ 25ാം വിവാഹ വാർഷികത്തിന്റെ അന്ന് അവർക്ക് താല്പര്യമില്ല സെലിബ്രേറ്റ് ചെയ്യാൻ. നിർബന്ധിച്ചപ്പോ കൂടെ നിൽക്കുന്നു. അപ്പൊ അവരുടെ ഒരു കസിൻ ചെന്ന് അവരുടെ ചെവി പറയാണ്, അധികം പൊന്തിയ പല്ല് കാണിച്ച് ചിരിക്കണ്ട കേട്ടോ, സൂക്ഷിച്ചോളണേ എന്ന് പറയുന്നുണ്ട്. 25ാം വാർഷികം കഴിഞ്ഞ് 50ാം വാർഷികത്തിലെത്തിയപ്പോഴും അവർക്ക് ഇപ്പോഴും ഓർമ്മയിൽ ആ വേദനയാണ്. ആ 25ാം വാർഷികം സെലിബ്രേഷന് ശേഷം പിന്നങ്ങോട്ട് ഇതുവരെയുള്ള 25 അഡീഷണൽ വർഷങ്ങളിൽ അവരുടെ എല്ലാ ഫോട്ടോഗ്രാഫ്സ് എടുത്തു നോക്കിയാലും അവർ പല്ല് കാണിച്ച് ചിരിക്കുന്നില്ല. ഹ്യൂമിലിയേഷനാണ്, വൂണ്ടാണ്, ബുള്ളിയിങ് ആണ്. ഒന്ന് നിങ്ങൾ പബ്ലിക്കിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളെ ക്ലാസ് റൂമുകളിൽ, വിദ്യാലയങ്ങളിൽ, വീടുകളിൽ. മെൽ ഗിബ്സൺ എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞിട്ടുള്ള സെന്റൻസ് ഉണ്ട്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പബ്ലിക് ഹ്യൂമിലിയേഷൻ ആണ്. അത് നേരിടാൻ മുതിർന്നവരായ നമുക്ക് പോലും പറ്റുന്നില്ല. അപ്പോൾ ചെറുപ്പത്തിലൊരു കുട്ടിക്ക് ഇങ്ങനൊരു ഹ്യൂമിലിയേഷൻ നേരിട്ടാൽ അവനെങ്ങനെ സഹിക്കും? അവന്റെ ഹാർഡ് വയർഡ് ആയിട്ടുള്ള ബ്രെയിൻ അഗ്രസീവ് ആവാൻ ശ്രമിക്കും, വെട്ടിക്കൊല്ലാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ടീനേജിലാണ് എക്സ്ട്രീം ഇമോഷണൽ സപ്പോർട്ട് കുട്ടികൾക്ക് വേണ്ടത്. എക്സ്ട്രീം, ആ പ്രയോഗം എക്സ്ട്രീം എന്നാണ്.